ഇലക്ട്രിക് ചാർജിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ പ്രോപ്പർട്ടി ആയിരുന്നു അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിരുന്നു കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്, മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, അതായത് ഒരു ബോഡിയിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ചാർജ് ഉണ്ട്, ഒരു ചാർജിൻ്റെ, ഒരു ബോഡിയിലുള്ള ചാർജിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കാം. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. ദ ചാർജ് ഓൺ എനി ബോഡി ക്യാൻ ബി expressed as the integral multiple of basic unit of charge. എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ സിസ്റ്റമെങ്കിൽ, ഈ സിസ്റ്റത്തിന് അതല്ലെങ്കിൽ ഒരു ബോഡി ആയിട്ട് കൺസിഡർ ചെയ്താലും മതി. ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. ഈ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. അതായത് ഒരു ഇലക്ട്രോണിന് ഞാൻ കൊടുത്തു, 1 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ആ ബോഡി എന്ത് ചാർജുള്ള ബോഡിയായി മാറും? നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡിയായി മാറും. ആ ബോഡിയുടെ ചാർജ് എന്തായിരിക്കും? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 1.6 × 10⁻⁻19 കൂളമാണ് എന്ത്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇനി ഇത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നെഗറ്റീവ് കൊടുക്കാം. -1.6 × 10⁻⁻19 കൂളം എന്ന് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഒരു ഇലക്ട്രോൺ കൊടുത്തു. ആ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നെയായിരിക്കും ഈ ഒരു ബോഡിയുടെയും ചാർജ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ദ ചാർജ് ഓഫ് ദ ഗിവൺ ബോഡി Q ഈസ് ഈക്വൽ ടു, എത്ര ഇലക്ട്രോൺ നമ്മൾ കൊടുത്തു? ഒരു ഇലക്ട്രോണിനെയാണ് കൊടുത്തത്. അപ്പോൾ 1 ഇലക്ട്രോൺ ഇൻറ്റു ആ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, അതായത് E. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ആയതുകൊണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ Q ഈസ് ഈക്വൽ ടു -1 × E എന്ന് എഴുതാം. 2 ഇലക്ട്രോണിനെയാണ് കൊടുത്തതെങ്കിലോ ആ 2 ഇലക്ട്രോണുകളുടെ ചാർജ് ആയിരിക്കും ആ ഒരു ബോഡിയുടെ ചാർജ്. ആ ഒരു കേസിൽ Q ഈസ് ഈക്വൽ ടു നമുക്ക് -2 × E എന്ന് എഴുതാനായി സാധിക്കും. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം കൊടുത്തത് ഇലക്ട്രോണുകളെയാണ്. ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവാണ്. ഇനി ഈ ഒരു ബോഡിയെ പോസിറ്റീവ് ചാർജുള്ള ബോഡിയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണുകളെ അതിൽ നിന്ന് എടുക്കണം. ഇതിൽ ഒരു 10 ഇലക്ട്രോണും 10 പ്രോട്ടോണുമാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. 2 ഇലക്ട്രോണുകൾ ഞാൻ പുറത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഒരു ഇലക്ട്രോണിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ 9 ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കും, 10 പ്രോട്ടോണുകളും ഉണ്ടായിരിക്കും. ആ 9 ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജ് 9 പ്രോട്ടോണുകൾ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് ആയിരിക്കും അവിടെ എക്സസ് ആയി ഉണ്ടാവുക. ആ ബോഡി എന്ത് ചാർജ് ഉള്ളതായി മാറും? ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡി ആയി മാറും. ഇനി എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും? ഒരു പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ ആ ബോഡിയുടെ ചാർജ് Q ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ് E ആണ് അവിടെ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ്. അങ്ങനെയാണെങ്കിൽ +1 × E എന്ന് എഴുതാം. ഇതാണ് ഒരു ഇലക്ട്രോണിനെ എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ചാർജ്, അതായത് +1 × E. ഇനി 2 ഇലക്ട്രോണിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ 8 ഇലക്ട്രോണുകളും 10 പ്രോട്ടോണുകളും തന്നെ ഉണ്ടായിരിക്കും. 8 ഇലക്ട്രോണുകളെ ആ 10 പ്രോട്ടോണുകൾ എന്ത് സംഭവിക്കും? അതിൽ 8 ഇലക്ട്രോണുകളെ അതിലെ 8 പ്രോട്ടോണുകൾ ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി 2 പ്രോട്ടോണുകളുടെ ചാർജ് അവിടെ എക്സസ് ആയി വരും. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ബോഡിയുടെ ചാർജ് എന്തായിരിക്കും? 2 പ്രോട്ടോണുകളുടെ ചാർജ് തന്നെയായിരിക്കും. അതായത് +2 × E ആയിരിക്കും. അതായത് ഇലക്ട്രോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു, ഒരു ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നതെങ്കിൽ Q ഈസ് ഈക്വൽ ടു -1 × Eയും, 2 ഇലക്ട്രോണുകളെയാണ് കൊടുക്കുന്നതെങ്കിൽ Q ഈസ് ഈക്വൽ ടു -2 × Eയും ആയിരിക്കും. n ഇലക്ട്രോണിന് കൊടുത്താലോ എന്ത് സംഭവിക്കും? Q ഈസ് ഈക്വൽ ടു എന്ത് വരും? -n × E എന്നായിരിക്കും അവിടെ വരിക. ഇനി ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോൺ അവിടെ എക്സസ് ആയിരിക്കും. അപ്പോൾ ചാർജ് Q ഈസ് ഈക്വൽ ടു +1 × E ആണ്. പ്ലസ് വരാൻ കാരണം പ്രോട്ടോണുകളാണ് അവിടെ എക്സസ് ആയി നിൽക്കുന്നത്. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവാണ്. 2 ഇലക്ട്രോണുകൾ എടുത്തു കഴിഞ്ഞാൽ
2 പ്രോട്ടോണുകൾ അവിടെ എക്സസ് ആയി വരും. അങ്ങനെയെങ്കിൽ ചാർജ് Q is equal to +2 × E ആയിരിക്കും. ഇനി n ഇലക്ട്രോണിനെ എടുത്താലോ, കൊടുക്കുകയല്ല ചെയ്യുന്നത്, എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ത് സംഭവിക്കും? Q is equal to +n × E എന്നായിരിക്കും വരിക. n എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര ഇലക്ട്രോണുകളെ എടുത്താലും, ഇലക്ട്രോണുകളെ എത്ര എണ്ണത്തിന് വേണമെങ്കിലും എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. എത്രത്തോളം ചാർജ് കിട്ടും? +n × E ചാർജ് കിട്ടും. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടേക്കൺ ആണ്. എത്രത്തോളം ഇലക്ട്രോണുകൾ നമ്മൾ എടുത്തു. ഇനി എത്ര ഇലക്ട്രോണുകൾ കൊടുത്തു കഴിഞ്ഞാലും ആ ബോഡി അത് സ്വീകരിക്കും. ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. n ഇലക്ട്രോണിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ചാർജ് എന്തായിരിക്കും? Q is equal to -ne ആയിരിക്കും. അതായത് ഇലക്ട്രോണുകൾ കൊടുത്താലും ഇലക്ട്രോണുകൾ എടുത്താലും ആ ബോഡിക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോണിനെ എടുക്കാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ എടുക്കാം, അതും അല്ലെങ്കിൽ 3 ഇലക്ട്രോണിനെ എടുക്കാം, അല്ലെങ്കിൽ n ഇലക്ട്രോണുകൾ എടുക്കാം. പക്ഷെ ഒരിക്കലും നമുക്കൊരു 1.5 ഇലക്ട്രോണിനെ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 2.5 ഇലക്ട്രോണുകൾ എടുക്കാൻ പറ്റില്ല. 1 ഇലക്ട്രോൺ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 2 ഇലക്ട്രോണിനെയാണ്, അല്ലെങ്കിൽ 3 ഇലക്ട്രോണിന്. അതിൻ്റെ ഇടയിലുള്ള ഫ്രാക്ഷൻ നമ്പറുകളൊന്നും അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് n-നെ നമ്മൾ എടുക്കുന്ന ഒരു ഹോൾ നമ്പർ ആയിട്ടാണ്, ഒരു ഇൻറ്റീജർ ആയിട്ടാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുക്കുകയും അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ എടുക്കുകയും ചെയ്താൽ കിട്ടുന്ന ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നില്ലെങ്കിൽ +ne എന്ന് എഴുതാം, അല്ലെങ്കിൽ -ne എന്ന് എഴുതാം. 2 ഇക്വേഷനുകളും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുന്നത് Q is equal to +or-n × E എന്നാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതെപ്പോഴും 1, 2, 3 അങ്ങനെ പോവുള്ളൂ. 1.5 എന്നോ 2.5 എന്നോ ഒന്നും വരില്ല. n-ൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്, 0-ൽ നിന്നല്ല. അതായത് ഇലക്ട്രോണുകളെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തില്ലെങ്കിൽ ചാർജ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. n-ന് 0 കൊടുത്തു കഴിഞ്ഞാലും അവിടെ ചാർജ്, ടോട്ടൽ ചാർജ് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. n സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. ഒരിക്കലും അവിടെ ഒരു ഫ്രാക്ഷൻ വരികയില്ല, പോയിന്റുകളൊന്നും വരികയില്ല. 1, 2, 3, 4, 5 അങ്ങനെ മാത്രമേ അത് പോവുകയുള്ളൂ. E എന്ന് പറയുന്നത് എന്താണ്? ബേസിക് യൂണിറ്റ് ചാർജ് ആണ്. അതായത് ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളം, അല്ലെങ്കിൽ അതൊരു പ്രോട്ടോണിൻ്റെ ചാർജ്. അപ്പോൾ ഈ വേണമെങ്കിൽ നമുക്ക് +or- ആ -or+1.6 × 10⁻⁻19 കൂളം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്നത്, E എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഒന്നുകൂടി നോക്കാം. ദ ചാർജ് ഓൺ എനി ബോഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് n ആണ്, ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് E. നമ്മൾ ആ ഒരു ചാർജിൻ്റെ പ്രോപ്പർട്ടീസിൽ, അതായത് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചതാണ് ബേസിക് യൂണിറ്റ് ചാർജ് E is equal to 1.6 × 10⁻⁻19 കൂളമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ +or-1.6 × 10⁻⁻19 എന്ന് കൊടുക്കാം. -1.6 × 10⁻⁻19 കൂളം ഇലക്ട്രോണിൻ്റെ ചാർജും +1.6 × 10⁻⁻19 കൂളം പ്രോട്ടോണിൻ്റെ ചാർജും ആണ്. ഇനി ഇലക്ട്രോണുകളെ കൊടുക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q is equal to -n × E എന്ന് കൊടുക്കാം. ഇലക്ട്രോണുകളെ ഒരു ബോഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക. അങ്ങനെയെങ്കിൽ ആ ബോഡിയുടെ ചാർജിനെ, Q എന്ന് പറയുന്ന ചാർജിനെ എങ്ങനെ എഴുതാം? -n × E എന്ന് പറഞ്ഞ് എഴുതാം. E എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1.6 × 10⁻⁻19 കൂളമാണ്. എത്ര ഇലക്ട്രോണിനെ കൊടുത്തു? ചിലപ്പോൾ 1 ഇലക്ട്രോണിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. എത്ര ഇലക്ട്രോണുകളെ കൊടുത്തു എന്ന് നമുക്ക് അറിയാമെങ്കിൽ ആ ബോഡിയുടെ ചാർജ് നമുക്ക് പറയാനായി സാധിക്കും. ഇനി എത്ര ഇലക്ട്രോണുകളെ അതിൽ നിന്ന് എടുത്തു എന്ന് നമുക്കറിയാമെങ്കിൽ ആ ബോഡിയുടെ ചാർജ് നമുക്ക് പറയാനായി സാധിക്കും. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് Q is equal to +or-ne. ne എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗിവൺ ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടേക്കൺ. കൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണമോ അല്ലെങ്കിൽ എടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണമോ ആണ് n. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. 1.6 × 10⁻⁻19 കൂളം. നിങ്ങൾക്ക് വേണമെങ്കിൽ +1.6 കൊടുക്കാം, അത് ഒരു പ്രോട്ടോണിൻ്റെ ചാർജാണ്. അല്ലെങ്കിൽ -1.6 കൊടുക്കാം, അതൊരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഏതൊരു ബോഡിയുടെയും ചാർജ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനായി സാധിക്കും.
അതിന് നമുക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? എത്ര ഇലക്ട്രോണിനെ ആ സിസ്റ്റത്തിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ ആ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയാകും. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന കുഞ്ഞൊരു ഭാഗം കൂടിയുണ്ട്. അതായത് മാക്രോസ്കോപ്പിക് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം? വളരെ വലിയ സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ്. മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നത്. അത് വളരെ വലിയൊരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. ഇത് വളരെ വലിയൊരു സിസ്റ്റമാണ്. ഞാൻ വളരെ ചെറുതാക്കി വരച്ചിട്ടുള്ളൂ, സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. വളരെ വലിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ വളരെ വലിയൊരു എമൗണ്ട് ഓഫ് ചാർജും ഉണ്ടെന്ന് വിചാരിക്കാം. വളരെ വലിയൊരു ക്വാണ്ടിറ്റി ചാർജ് ഉണ്ട്. ആ ചാർജ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് എത്ര ഇലക്ട്രോണുകൾ ആ സിസ്റ്റത്തിൽ എക്സസ് ആയിട്ട് ഉണ്ട് എന്ന് അറിയാമെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ, വലിയ സിസ്റ്റത്തിൻ്റെ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എത്രത്തോളം ഇലക്ട്രോണുകൾ എടുത്തിട്ടുണ്ട് എന്ന് അറിയാമെങ്കിലും നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കാനായി സാധിക്കും. ഇനി മാക്രോസ്കോപ്പിക്, ഞാനിവിടെ എഴുതാം മാക്രോ. ഇതൊരു മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ്, വളരെയധികം വലിയ സിസ്റ്റമാണ്. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനായി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ വളരെ വലിയ പാത്രങ്ങളിലൊക്കെ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് വളരെ വലിയൊരു പാത്രമാണ്. ഇതിൽ ഒരുപാട് വെള്ളവുമുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ മാക്രോസ്കോപ്പിക് സിസ്റ്റം. ഇതിലെ ഓരോ തുള്ളി വെള്ളത്തെയും നമ്മൾ ഓരോ ചാർജുകൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ തുള്ളി വെള്ളത്തെയും ഓരോ ചാർജുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ വളരെ വലിയ എമൗണ്ട് വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു 1000 ലിറ്റർ വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 1000 ലിറ്റർ എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇനി ഈ ഒരു വലിയൊരു സിസ്റ്റത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മൾ പുറത്തേക്ക് എടുത്താലും ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിൽ പ്രാക്ടിക്കലായി കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. വലിയൊരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം എടുക്കുന്നു, അതിൽ വളരെ വലിയൊരു ചാർജാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10 കൂളം ചാർജാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് ആകെ 1.6 × 10⁻⁻19 കൂളം ചാർജ് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു ചാർജ് മാത്രമേ ഇലക്ട്രോണിനുള്ളൂ. ഒരു ഇലക്ട്രോണിനെ ഈ സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ 10 കൂളം എന്ന് പറയുന്ന ആ ചാർജിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇനി ഈ 10 കൂളം വളരെ വലുതാണ്. 10 കൂളം എന്ന് പറയുന്ന അത്രയും വലിയ ചാർജുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ടോട്ടൽ ചാർജിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അതായത് മാക്രോസ്കോപ്പിക് സിസ്റ്റം, ഇത് വളരെ വലിയ സിസ്റ്റം ആയിരിക്കണം. മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് അവോയ്ഡ് ചെയ്യാം. വളരെ ചെറിയൊരു ചാർജ് ആഡ് ചെയ്താലോ വളരെ ചെറിയൊരു ചാർജ് അതിൽ നിന്ന് റിമൂവ് ചെയ്താലോ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന്. ദ charge on any body can be expressed as the integral multiple of basic unit of charge. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് എത്ര ഇലക്ട്രോണുകൾ കൊടുത്തു അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് എത്ര ഇലക്ട്രോണുകളെ എടുത്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എത്ര ഇലക്ട്രോണുകൾ കൊടുത്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ എടുത്തു എന്ന് പറയുന്ന നമ്പറാണ് n. ഈ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് യൂണിറ്റ് ചാർജ് ആണ്. Q എപ്പോഴും ഒന്നില്ലെങ്കിൽ +ne ആയിരിക്കും, അതല്ലെങ്കിൽ -ne ആയിരിക്കും. ഇലക്ട്രോണുകൾ കൊടുക്കുകയാണെങ്കിൽ അത് -ne ആയിരിക്കും. ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇലക്ട്രോണുകൾ എടുക്കുകയാണെങ്കിൽ Q +ne ആയിരിക്കും. ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ഹാവ് എ ടോട്ടൽ ചാർജ് ഓഫ് 1 കൂളം? അതായത് 1 കൂളം ഉണ്ടാകണമെങ്കിൽ എത്രത്തോളം ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിൽ വേണം? നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ്. 1.6 ഇൻറ്റു 10⁻⁻19 കൂളം മാത്രമാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അത് നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ടി വരും. അതായത് എല്ലാ ഇലക്ട്രോണുകൾക്കും നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് charge of an electron is equal to -1.6 into 10⁻⁻19 കൂളം ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഒരു ബോഡിയെ 1 കൂളം നെഗറ്റീവ് ചാർജുള്ള ബോഡിയാക്കി മാറ്റണമെങ്കിൽ എത്രത്തോളം ഇലക്ട്രോൺസിനെ നമുക്ക് കൊടുക്കേണ്ടി വരും? അതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ഹാവ് എ ടോട്ടൽ ചാർജ് ഓഫ് 1 കൂളം? അതായത് 1 കൂളം ചാർജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് നമുക്ക് 1 കൂളം ചാർജ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എത്രത്തോളം ഇലക്ട്രോൺസിന് നമുക്ക് വേണ്ടി വരും? ഇതാണ് നമ്മുടെ ചോദ്യം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിൽ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതായിരുന്നു ആ ഇക്വേഷൻ. Q = ± NE ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്നത് Q = -NE ആണ്. കാരണം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഇലക്ട്രോൺസുമായിട്ടാണ്. ഇലക്ട്രോൺസിനെ ഒരു ബോഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചാർജ് ഉള്ളതായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ Q -NE എന്ന് എടുക്കാനായിട്ടുള്ള കാരണം. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. Q = 1 കൂളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടോട്ടൽ ചാർജ് 1 കൂളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോൺ ആയതുകൊണ്ട് Eക്ക് എന്ത് കൊടുക്കണം? -1.6 ഇൻറ്റു 10⁻⁻19 കൂളം കൊടുക്കണം. ഈ 2 വാല്യൂസും നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ക്യൂവിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1 കൊടുത്തു. -n അവിടെ തന്നെയുണ്ട്. ഇൻറ്റു ഇക്ക് പകരം -1.6 ഇൻറ്റു 10⁻⁻19 കൊടുത്തു. ഈ എന്നിന് മുമ്പിലുള്ള മൈനസും ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് ആയതുകൊണ്ട് ഈ മൈനസും തമ്മിൽ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് വേണ്ടത് ശരിക്കും എന്താ? എത്രത്തോളം ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്നിനെ അവിടെ നിർത്താം. ഈ 2 നെഗറ്റീവ് ചാർജുകളും നെഗറ്റീവ് സൈനുകളും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ഇനി ഈ 1.6 ഇൻറ്റു 10⁻⁻19 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ n എന്തായിരിക്കും? n = 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ആയിരിക്കും. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. Q -NE ആയിരുന്നു ഇക്വേഷൻ. ക്യൂവിന് പകരം 1 കൂളം കൊടുത്തു. E എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. വേണമെങ്കിൽ പ്ലസ് കൊടുക്കാം, അല്ലെങ്കിൽ മൈനസ് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് ആരെയാണ്? ഇലക്ട്രോൺസിനെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? മൈനസ് കൊടുക്കണം. E = -1.6 ഇൻറ്റു 10⁻⁻19 കൂളമും നമ്മൾ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂവിന് പകരം 1 കൂളം കൊടുക്കുന്നു. -n അവിടെ തന്നെയുണ്ട്. ഇക്ക് പകരം -1.6 ഇൻറ്റു 10⁻⁻19 കൊടുക്കുന്നു. 2 മൈനസ് സൈനുകളും ക്യാൻസൽ ചെയ്തു പോകുന്നു. എന്നിനെ അവിടെ നിർത്തി 1.6 ഇൻറ്റു 10⁻⁻19 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം എന്നിനുള്ള ഇക്വേഷൻ എഴുതി. n = 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 10⁻⁻19 മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1.6 അവിടെ തന്നെയുണ്ട്. 10⁻⁻19 ഞാൻ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ, മുകളിലേക്ക് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ആയി അത് മാറി. ഇനി 1 ഡിവൈഡഡ് ബൈ 1.6 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആൻസർ 0.625 ഇൻറ്റു 10⁻�90. 1 ഡിവൈഡഡ് ബൈ 1.6ൻ്റെ ആൻസർ 0.625 ആണ്. ബാക്കി അവിടെയുള്ള 10⁻⁹ അവിടെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പവർ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കടമെടുക്കുന്നു. ഒരു 10ൻ്റെ പവർ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കടമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ 0.625 എന്നുള്ളത് 6.25 ആയിട്ട് മാറും. ഇവിടുത്തെ ഒരു പവർ അവിടെ കുറയുകയും ചെയ്യും.
അതായത് എത്ര ഇലക്ട്രോണുകൾ നമുക്ക് വേണം 1 കൂളം ഓഫ് ചാർജ് ഉണ്ടാക്കണമെങ്കിൽ, അതും ഇലക്ട്രോണുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ആ 1 കൂളം എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 കൂളം ആയിരിക്കും. ഇലക്ട്രോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് -1 കൂളം ചാർജ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. എത്രത്തോളം ഇലക്ട്രോൺസിന് വേണം? 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 കൂളം ചാർജ് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതാണ്, 1 കൂളം എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ മാത്രമേ എടുക്കാറുള്ളൂ. 6.25 × 10⁻8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് 1 കൂളം ചാർജ് ഉണ്ടാവുകയുള്ളൂ. അത് വളരെ വലിയൊരു നമ്പറാണ്. അതുകൊണ്ട് 1 കൂളത്തിനെ നമ്മൾ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ യൂണിറ്റുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. 1-2 ചെറിയ യൂണിറ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് മില്ലി കൂളം. മില്ലി കൂളം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എമ്മും ക്യാപിറ്റൽ സിയും ആണ്. മില്ലി കൂളമാണ് കൂളത്തിൻ്റെ ചെറിയൊരു യൂണിറ്റ്. മില്ലി കൂളം എന്ന് പറയുന്നത് എന്താണ്? 10⁻³ കൂളമാണ്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അതേപോലെ തന്നെ പിന്നെ യൂണിറ്റുകളുണ്ട്. മൈക്രോ കൂളം. മൈക്രോ കൂളം എന്ന് പറയുന്നത് 10⁻⁻6 കൂളമാണ്. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റുകൾ. എന്തുകൊണ്ടാണ് 1 കൂളം ഉപയോഗിക്കാത്തത്? ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് 1 കൂളം ചാർജിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 2 യൂണിറ്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് മില്ലി കൂളമാണ് 10⁻³ കൂളം. രണ്ടാമത്തേത് മൈക്രോ കൂളമാണ് 10⁻⁻6 കൂളം. അതായത് 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 1 കൂളം ഓഫ് ചാർജ് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കുള്ളൂ.